Vegetative propagation രണ്ട് തരത്തിലുണ്ട്. There are two types of vegetative propagation. One is natural method, other one is artificial method. Natural രീതിയിലും artificial രീതിയിലും നമുക്ക് vegetative propagation ചെയ്യാൻ പറ്റും. Vegetative propagation എന്താ? അതിൻ്റെ vegetative body part വെച്ചിട്ട് പുതിയ പ്ലാന്റ്സിനെ അഥവാ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ നാച്ചുറൽ മെത്തേഡുകളിലാണ് നമ്മൾ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ അഥവാ അതിൻ്റെ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് റൈസോം ഇൻ ജിഞ്ചർ. ആ ജിഞ്ചറിലുള്ള ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് റൈസോം. അതുപോലെ ബനാനയിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ ആ ബോഡി പാർട്ടിനെ പറയുന്ന പേരാണ് റൈസോം. സോ റൈസോം ഇൻ ജിഞ്ചർ ആൻഡ് ബനാന. ഈ റൈസോം വഴി ആ ജിഞ്ചറിൻ്റെയും ബനാനയുടെയും ന്യൂ ഓസ്പ്രിങ്സിനെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ട്യൂബർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ നടന്ന് അത് ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ട്യൂബേഴ്സ് എന്ന് പറയാം. ആ ട്യൂബർ രണ്ട് തരത്തിലുണ്ട്. റൂട്ട് ട്യൂബർ ആവും. റൂട്ടിലാണ് ഫുഡ് സ്റ്റോറേജ് നടക്കുന്നുണ്ടെങ്കിൽ അത് റൂട്ട് ട്യൂബർ എന്ന് പറയും. സ്റ്റെമ്മിലാണ് ഫുഡ് സ്റ്റോറേജ് നടക്കുന്നുണ്ടെങ്കിൽ സ്റ്റെം ട്യൂബർ എന്ന് പറയും. റൂട്ട് ട്യൂബറിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അതുപോലെ സ്റ്റെം ട്യൂബറിൻ്റെ എക്സാമ്പിളാണ് പൊട്ടറ്റോ ട്യൂബർ. ഈ പൊട്ടറ്റോ ട്യൂബറും സ്വീറ്റ് പൊട്ടറ്റോയും നമുക്ക് പുതിയ ഓസ്പ്രിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂ പ്ലാന്റ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. അതിൽ നമ്മുടെ പൊട്ടറ്റോ ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാറുണ്ട്. കുറച്ച് ദിവസങ്ങൾ അത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു മുള പോലൊരു സാധനം, ഒരു സ്പ്രൗട്ട് പോലൊരു സാധനമാണ്. അതിനെ പറയുന്ന പേരാണ് ഐ ഓഫ് എ പൊട്ടറ്റോ. അതിൻ്റെ ജെർമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഐ ബഡ്സ് ആണ്. അതൊരു ബഡാണ്. ആ പൊട്ടറ്റോയിൽ കാണുന്ന ബഡുകളാണ്. സോ ജെർമിനേറ്റിംഗ് ഐ ബഡ്സ്, അതാണ് പൊട്ടറ്റോ ട്യൂബർ. ആ പൊട്ടറ്റോ ട്യൂബറിൻ്റെ ആ ബഡിൽ നിന്ന് പുതിയ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് സക്കറാണ്. സക്കർ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രൈസാന്തിമത്തിലാണ്. ക്രൈസാന്തിമം എന്ന് പറഞ്ഞാൽ ജമന്തി. ഇതുപോലെ ബനാനയിൽ നമുക്ക് സക്കർ കാണാൻ പറ്റും. അപ്പോൾ ബനാനയിൽ തന്നെ റൈസോം ടൈപ്പും ഉണ്ട്, സക്കർ ടൈപ്പും. ഈ രണ്ടും അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ്. അടുത്തത് കോം എന്ന് പറഞ്ഞാൽ അടുത്ത വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ നമുക്ക് കാണുന്നത് കൊളക്കേഷ്യ ആൻഡ് അമോർഫോഫേലസ്. അമോർഫോഫേലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേന, കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പ്. ഈ ചേമ്പ്, ചേന ഈ രണ്ട് പ്ലാന്റ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് കോം. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലീഫ് ബഡുകളെ, ചെടിയിലുള്ള ലീഫിൻ്റെ ബഡുകളെ നമുക്കൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ബ്രയോഫിലം. ബ്രയോഫിലം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ബ്രയോഫിലത്തിൻ്റെ ലീഫിൻ്റെ മാർജിനുകളിൽ അല്ലെങ്കിൽ നോച്ചസിലായിട്ട് ചെറിയ ചെറിയ ബഡുകൾ കാണാൻ പറ്റും. ആ ബഡുകളിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലാന്റ്സ് എങ്ങനെയെങ്കിലും ഒരു സോയിലോ അതിന് സ്യൂട്ടബിളായുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ടച്ച് ചെയ്യാനിടയായാൽ അവിടെ നിന്ന് ഒരു പുതിയ ബ്രയോഫിലത്തിൻ്റെ ഓസ്പ്രിങ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തതായിട്ടുള്ളത് ബൾബ്. ഈ ബൾബ് എന്ന് പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒനിയനിലും ഗാർലിക്കിലാണ്. ഒനിയനും ഗാർലിക്കിലും അതും അതിൻ്റെ ലീവ്സുകളെ നമ്മൾ സ്കെയിൽ ലീവ്സ് എന്നാണ് പറയുക. അതിൽ കാണുന്ന ആ സ്ട്രക്ചറിൻ്റെ പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് ബൾബ്. ഇത്രയുമാണ് സാധാരണ നമ്മൾക്ക് കാണപ്പെടുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇത് പോരാണ്ട് നമ്മൾ വേറെ കുറേ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളുണ്ട്. ഫോർ എക്സാമ്പിൾ റണ്ണർ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. റണ്ണർ നമുക്ക് കാണാൻ പറ്റുന്നത് മിൻറ്റിൽ കാണാൻ പറ്റും. മിൻറ്റ് ലീവ്സ് ഒക്കെ ഇല്ലേ, അതിൽ കാണാൻ പറ്റും. അതുപോലെ സെൻഡല്ല എന്ന് പറഞ്ഞ ചെടിയിൽ കാണാൻ പറ്റും. ആ ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ലോൺ ഗ്രാസുകളിൽ കാണാൻ പറ്റും. ലോൺ ഗ്രാസ്. സോ മിൻറ്റ്, സെൻഡല്ല, ലോൺ ഗ്രാസ് ഇവയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. വെജിറ്റേറ്റീവ് ബോഡി പാർട്ട് ഫോർ ദ റീപ്രൊഡക്ഷനാണ് റണ്ണർ. പിന്നെ നമുക്ക് വേറൊരെണ്ണമുണ്ട് ബൾബിൽ എന്ന് പറഞ്ഞൊരു സംഭവം. അതും വേറൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. ഈ ബൾബിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലഷി ഫ്ലോറൽ ബഡാണ്. ഈ ബൾബിൽ നമുക്ക് കാണപ്പെടുന്നത് അഗാവെ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിലാണ്. അഗാവെ, അല്ലെങ്കിൽ നമുക്കതിനെ സെഞ്ചുറി പ്ലാന്റ് എന്നും പറയാം. സെഞ്ചുറി പ്ലാന്റ്. ഇതിൽ കാണപ്പെടുന്ന അഗാവെ അല്ലെങ്കിൽ സെഞ്ചുറിയിലുള്ളതാണ് ബൾബിൽ. സ്പെഷ്യലൈസ്ഡ് ഫ്ലഷി ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ബഡുകളാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് യൂസ് ചെയ്യണത്. ഇത്രയാണ്. ഒന്നും കൂടി പറയാം. റൈസോം ഇൻ ജിഞ്ചർ ആൻഡ് ബനാന ആൻഡ് ട്യൂബേഴ്സ് കാണപ്പെടുന്നത് സ്വീറ്റ് പൊട്ടറ്റോയിലും പൊട്ടറ്റോ ട്യൂബറിലാണ്. അതിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് പൊട്ടറ്റോ ട്യൂബറിലാണ്. കാരണം അതായത് അതിൻ്റെ ഐ ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ ജെർമിനേറ്റിംഗ് ഐ ബഡ്സ്. സോ പൊട്ടറ്റോ ട്യൂബറിലുള്ള ട്യൂബർ
ആയിട്ടുള്ള അഡ്വെൻറ്റീഷ്യസ് ബഡ്സുകളാണ്. പിന്നെ സക്കർ ടൈപ്പ് പ്രൊപ്പഗ്യൂൾ കാണുന്നത് ക്രൈസാന്തിമം അഥവാ ജമന്തിയിലാണ്. കോം ടൈപ്പ് പ്രൊപ്പഗ്യൂൾ കാണപ്പെടുന്നത് കൊളക്കേഷ്യ അല്ലെങ്കിൽ അമോർഫോഫേലസ്, ചേമ്പ്, ചേന ഇതിലാണ്. ലീഫ് ബഡ്സ് അഡ്വെൻറ്റീഷ്യസ് ആയിട്ടുള്ള ലീഫ് ബഡ്സ് കാണപ്പെടുന്നത് ബ്രയോഫില്ലത്തിലാണ്. അതിൻ്റെ ലീഫിൻ്റെ മാർജിനുകളിൽ അല്ലെങ്കിൽ നോച്ചസുകളിലായിട്ടാണ് അഡ്വെൻറ്റീഷ്യസ് ആയിട്ടുള്ള ലീഫ് ബഡ്സ് കാണുക. അതുപോലെ ബൾബ് എന്ന് പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒനിയനിലും ഗാർലിക്കിലുമാണ്. അതുപോലെ റണ്ണർ വേറൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. മിൻറ്റിലും സെൻഡലയിലും ലോൺ ഗ്രാസിലൊക്കെ നമുക്ക് കാണുന്നതാണ് റണ്ണേഴ്സ്. ബൾബിൽ എന്ന് പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ കാണുന്നത് അഗാവയിലും സെഞ്ചുറിയിലും. ഈ പറഞ്ഞ ബൾബിലും നമ്മുടെ ലീഫ് ബഡ്സ് കാണപ്പെടുന്ന ബ്രയോഫിലും ഇവർ രണ്ടുപേരും പ്രത്യേകത ഇവരിൽ നിന്നുണ്ടാവണ ഈ പ്ലാന്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ബഡുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ഓസ്പ്രിങ്സ് സംഹൗ സോയിലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പുതിയ പ്ലാന്റ്ലെറ്റ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ പ്രകൃതിയിൽ തന്നെ അവർ തന്നെയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ പ്രൊപ്പഗേറ്റീവ് മെത്തേഡുകളാണ് കാണപ്പെടുന്നത് ഈ ചെടികളിലൊക്കെ തന്നെ.